കുട്ടികളെ നല്ലവരായി വാർത്തെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീൻ പ്രചരിപ്പിക്കുവാനായി ഓരോ കാലത്തും പ്രവാചകന്മാരെ അയച്ചിരുന്നു. ആ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകമൊട്ടുക്കുള്ള മുഴുവൻ ജനങ്ങളും തിരുനബി പ്രബോധനം ചെയ്ത പരിശുദ്ധ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിതം നയിക്കുവാൻ ബാധ്യസ്ഥരാണ്. സമുദായത്തിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന യുവാക്കൾ പച്ചപ്പരിഷ്കാരങ്ങളണിഞ്ഞ് നാമമാത്ര മുസ്ലിമുകളായി തീർന്നിരിക്കുകയാണിന്ന്. ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഇസ്ലാമിക വഴിയിലൂടെ നയിച്ചില്ലെങ്കിൽ ഭാവി സമുദായം അപകടത്തിലാണ്ടുപോകും. ഒരു ശുഭമുഹൂർത്തത്തിൽ കേവലം അപരിചിതരും അന്യരുമായിരുന്ന സ്ത്രീ പുരുഷന്മാർ വിവാഹാപാശത്തിൽ ബന്ധിപ്പിക്കപ്പെടുന്നു. ആ ബന്ധത്തിന്റെ ഫലമാണ് സന്താനങ്ങൾ. അങ്ങനെ ലഭിക്കുന്ന സന്താനങ്ങളെ ശരിയാം വിധം വളർത്തി ഇസ്ലാമിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. ഈ കാലത്ത് സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നത് വെറും സൗന്ദര്യവും കുലമഹിമയും നോക്കി മാത്രമാണ്. സൽസന്താനങ്ങളെ വാർത്തെടുക്കുവാൻ ഏവരും ഇസ്ലാമിക ശിക്ഷണ നടപടികൾ സ്വീകരിച്ചേ മതിയാവൂ. മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘട്ടമാണ് ശൈശവദശ. ഏതൊരു കുട്ടിയും പ്രസവിക്കപ്പെടുന്നത് ഏതു നിലയിലേക്കും തിരിക്കാവുന്ന ഭാഗത്തിലാണ്. പിന്നീട് അതിന്റെ മാതാപിതാക്കളാണ് അതിനെ ഹിന്ദുവോ ജൂതനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ ആക്കി രൂപാന്തരപ്പെടുത്തുന്നത്. കുട്ടികൾ വളരുന്നത് എന്തും അനുകരിക്കുവാനുള്ള കഴിവോടെയാണ്. ആകർഷണശക്തിയും അനുകരണശീലവുമാണ് അധികമായി കാണുക. പരിസരങ്ങളിലും കൺമുമ്പിലും അനുഭവപ്പെടുന്നതും കാണുന്നതുമായ എന്തും അവർ ശ്രദ്ധിക്കുന്നു. അവ ആദ്യം കളിയിലും പിന്നീട് കാര്യഗൗരവത്തോടെയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു. നല്ലതും ചീത്തയും വിവേചിച്ചറിയാനുള്ള കഴിവ് അവർക്ക് ആ ഘട്ടത്തിലില്ല. അക്കാരണത്താൽ മുതിർന്നവർ അവരുടെ മുന്നിൽ വെച്ച് യാതൊരു ഹീനകൃത്യവും കുറ്റകൃത്യവും കാണിച്ചു കൂട്ടരുത്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ചെറുപ്പകാലത്ത് കുട്ടികൾ ജീവിതത്തിൽ എന്തൊക്കെ പകർത്തുന്നുവോ അതായിരിക്കാം ഭാവി ജീവിതത്തിൽ അവർ നടപ്പിൽ വരുത്തുക. സ്വന്തം സന്താനങ്ങളുടെ ക്ഷേമത്തിനും സുഖത്തിനും മാതാപിതാക്കൾ പെടുന്ന പാട് ചില്ലറയല്ല. ഊണും ഉറക്കവും ഒഴിഞ്ഞ് എല്ലാവിധ പ്രയാസങ്ങളെയും അവർക്ക് വേണ്ടി നേരിടുന്നു. ഒരു തുള്ളി മഴ പോലും കുഞ്ഞിന്റെ മേൽ വീഴുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വേദനയാണ്. എന്നാൽ ശിശു സംരക്ഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മാതാവത്ര. അവരെ നന്നാക്കുവാനും ചീത്തയാക്കുവാനുമുള്ള കഴിവ് കാര്യമായും അവർക്കു തന്നെയാണുള്ളത്. കരുത്തുറ്റ ഹൃദയമുള്ള ഒരു മാതാവിന് കരുത്തുള്ള കുട്ടികളെ വാർത്തെടുക്കുവാൻ പ്രയാസമില്ല. നിസ്സാര കാര്യത്തിന് ദേഷ്യപ്പെടുന്ന മാതാവാണെങ്കിൽ ആ സ്വഭാവത്തിൽ നിന്ന് അവരുടെ കുട്ടിയും മുക്തമായിരിക്കില്ല. അയൽവാസികളോട് അസഭ്യം പറഞ്ഞും അന്യരുടെ പച്ചമാംസം തിന്നും ജീവിക്കുന്നവരാണെങ്കിൽ കുട്ടിയും ആ മാർഗത്തിൽ തന്നെ പതിക്കുന്നു. പിടിച്ചുപറ്റലും തട്ടിയെടുക്കലും കുട്ടികളിൽ കാണുന്ന ഒരു ദുസ്വഭാവമാണ്. ഇത് കുട്ടി ശീലമാക്കുന്നത് മിക്കവാറും സ്വന്തം മാതാവിൽ നിന്നോ മറ്റു സംരക്ഷകരിൽ നിന്നോ ആയിരിക്കാം. കൈകാലുകൾ നീട്ടാനും നടക്കാനും മറ്റും പഠിക്കുമ്പോൾ കിട്ടുന്നത് ഉടനെ വായിലിടുന്നത് കാണാം. ഉപയോഗമുള്ള സാധനങ്ങളായിരിക്കും പലപ്പോഴും അവരുടെ കയ്യിൽ കെട്ടുന്നത്. അപ്പോൾ രക്ഷിതാവ് അത് പെട്ടെന്ന് പിടിച്ചു പറ്റുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ആ ചിത്രം പതിയുകയും അത് അവന്റെ സഹോദരന്റെ കയ്യിൽ കാണുന്നതിന് പിടിച്ചു പറ്റാനുള്ള പ്രേരണയും വാസനയും പരിശീലനം നൽകുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ആ സാധനം തൽസ്ഥാനത്ത് അവനെ കൊണ്ട് തന്നെ വെപ്പിക്കാൻ തന്ത്രപൂർവ്വം ഇടപെടുകയാണെങ്കിൽ അതാണ് കൂടുതൽ അഭികാമ്യം. അങ്ങനെ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചാൽ മാത്രം പോരാ, അതിന്റെ പേരിൽ അവനെ പ്രശംസിക്കുകയും ചെയ്തേക്കണം. തന്റെ കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണമെന്നും ഏതു കാര്യത്തിലും എല്ലാവരെക്കാളും മുമ്പിലാകണം എന്നുമുള്ള വിചാരം കുട്ടികളിൽ സാധാരണയുണ്ടാകും. ഈ ഉദ്ദേശത്തിൽ അവൻ കുറ്റാർഹമായ പ്രവർത്തികൾ പോലും ചിലപ്പോൾ ചെയ്തെന്ന് വരും. അത്തരം സന്ദർഭങ്ങളിൽ അക്കാരണത്താൽ അവനെ പെട്ടെന്ന് ശിക്ഷിക്കരുത്. അവന്റെ നല്ല വാസനകളെ വളർത്തുകയും ദുഷ്പ്രവണതയിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുകയും കുട്ടിക്ക് മനസ്സിലാവാത്ത വിധത്തിൽ പ്രവൃത്തികൾ വീക്ഷിക്കുകയും അപകടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയുമാണ് വേണ്ടത്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നാണ് കുട്ടികൾ കൂടുതലായും ദുഷിച്ചു പോകുന്നത്. കൂട്ടുകെട്ടിന് പറ്റിയവരാണെന്നും അവരിൽ നിന്ന് സുത്യർഹമായ സ്വഭാവങ്ങൾ ലഭ്യമാകുമെന്ന് കണ്ടാൽ അത്തരം കൂട്ടുകെട്ടിന് മാത്രമേ അനുവദിക്കാവൂ. ഉപദേശ നിർദ്ദേശങ്ങളിലൂടെയാണ് കുട്ടികളെ നല്ലവരാക്കി തീർക്കേണ്ടത്. ബലപ്രയോഗത്തിലൂടെ കുട്ടികളെ ഒരിക്കലും കർമ്മോന്മുഖമാക്കരുത്. എന്തിനേയും വെറുക്കാൻ അതവരെ പ്രേരിപ്പിക്കും. മാത്രമല്ല പ്രശ്നങ്ങളെ നേരിടുവാൻ അവർക്ക് കഴിവ് കുറയുകയും ചെയ്യും. ബലപ്രയോഗം അവനെ ഭീരുവും ദുർബലനുമാക്കി തീർക്കുകയും കളവ് സ്ഥിര സ്വഭാവമായി പരിണമിക്കുകയും ചെയ്യും. കുട്ടികളിൽ കാണുന്ന ഒരു ദുസ്വഭാവമാണ് അനുസരണക്കേട്. അമിതമായ ലാളനയോ പ്രതികൂല പരിതസ്ഥിതിയോ ആയിരിക്കും അതിന്റെ കാരണം. ശരിയായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ
ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാവുക. കുട്ടികൾക്ക് പഠനകാര്യത്തിൽ വൈമനസ്യം ഉണ്ടാകാറുണ്ട്. ചില പ്രത്യേക മാനസികാവസ്ഥയോ എന്തെങ്കിലും ദുർവാശിയോ പരിതസ്ഥിതിയിൽ നിന്നുണ്ടായ എന്തെങ്കിലുമോ ആയിരിക്കും ഇതിന് കാരണം. പഠിക്കാൻ കുട്ടികളെ വേണ്ടതുപോലെ ഉപദേശിച്ച ശേഷം അവരെ അവരുടെ പാട്ടിന് വിടുക. വീണ്ടും അനുസരണക്കേട് തുടരുകയാണെങ്കിലേ ബലപ്രയോഗം നടത്താവൂ. ആദ്യമേ ബലപ്രയോഗം നടത്താതെ ഉപദേശിച്ചു വിട്ടാൽ കുട്ടിക്ക് സ്വയം ഒരു മനപരിവർത്തനം ഉണ്ടാകും. എന്നാൽ മാനസികമായ കാരണത്താൽ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാത്തവനെ പഠനത്തിലേക്ക് തിരിക്കുന്നത് വളരെയധികം നയത്തോടുകൂടിയായിരിക്കണം. അല്ലാതിരുന്നാൽ മസ്തിഷ്കത്തിന് ബലക്ഷയം സംഭവിക്കാനിടയുണ്ട്. ചില കുട്ടികൾ വീടുമായുള്ള ബന്ധവും വിദ്യാലയവുമായുള്ള സാമീപ്യവും വെറുക്കുന്നതായി കാണാം. വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന അസഹ്യമായ ശിക്ഷണമോ വിദ്യാലയത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന വിരസമായ നിർബന്ധാനുഷ്ഠങ്ങളോ ആയിരിക്കും ഇതിന് കാരണം. കുട്ടികളുടെ മാനസിക സ്ഥിതിഗതികൾ അധ്യാപകരും രക്ഷിതാക്കളും സശ്രദ്ധം ഗൗനിക്കേണ്ടിയിരിക്കുന്നു. മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ട് മാത്രമേ കുട്ടികളുടെ സ്വഭാവം പ്രയോജനപ്രദമാക്കി വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കുട്ടികളുടെ സൽസ്വഭാവത്തിന് മുമ്പിൽ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് അമിതമായ വില